ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. സോ അനലോഗ് സർക്യൂട്ട്സിൻ്റെ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. S4 വരുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് സ്റ്റുഡൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് അനലോഗ് സർക്യൂട്ട്സ്. അതിലെ 2 മൊഡ്യൂൾ നമ്മൾ ആൾറെഡി കവർ ചെയ്തു. സോ മൊഡ്യൂൾ 3യിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2022 ജൂണിൽ നടന്നിട്ടുള്ള എക്സാം. സോ മൊഡ്യൂൾ 3 എന്നുള്ള ക്വസ്റ്റ്യൻസ്, അനലോഗ് സർക്യൂട്ട്സിലെ മൊഡ്യൂൾ 3 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ പാർട്ട് എന്ന് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given K is equal to 0.4 milliampere per volt square and ID on is equal to 3.5 milliampere with VGS on, gate source voltage is equal to 4 volt, determine the value of VTH. അതായത് ത്രഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ത്രഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കുറച്ച് പാരാമീറ്റേഴ്സ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കെ തന്നിട്ടുണ്ട്, ഐ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, വി ജി എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് VTH. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾക്ക് VTH കണ്ടുപിടിക്കാം. സോ വി ഹാവ് ദ ഇക്വേഷൻ ഫോർ കറണ്ട് ID, ദാറ്റ് ഈസ് ID ഓൺ ഇസ് ഈക്വൽ ടു, കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ID ഓൺ ഇസ് ഈക്വൽ ടു K ഇൻറ്റു VGS ഓൺ മൈനസ് VTH ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ VTH ആണ് അൺനോൺ ആയിട്ടുള്ള കാര്യം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ID ഓണിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, കെയുടെ വാല്യൂ കയ്യിലുണ്ട്, VGS ഓണിൻ്റെ വാല്യൂ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് VTH. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ VTHൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് VTH ഇസ് ഈക്വൽ ടു 1.04 വോൾട്ട് ആണ്. 1.04 വോൾട്ട് ആണ് സോൾവ് ചെയ്താൽ കിട്ടുക. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാ പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്, അതിൽ VTH മാത്രമാണ് അൺനോൺ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് VTH ആസ് 1.04 വോൾട്ട്. ഓക്കെ, 3 മാർക്കിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പാർട്ട് എ എന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് കാസ്കേഡിംഗ് ഇൻ ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ആൻ ആംപ്ലിഫയർ? ഒരു ആംപ്ലിഫയറിൽ കാസ്കേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് എഫക്റ്റ് ഇൻ ഗെയിൻ, വാട്ട് ഈസ് എഫക്റ്റ് ഇൻ ബാൻഡ് വിഡ്ത്ത്? അപ്പോൾ ഗെയിനിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക, ബാൻഡ് വിഡ്ത്തിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക ആഫ്റ്റർ കാസ്കേഡിങ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കാസ്കേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ആംപ്ലിഫയർ സ്റ്റേജസ് ഇൻ്റർകണക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കൊരു ആംപ്ലിഫയർ ഉണ്ട് A1. സോ A1ൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ അടുത്ത ആംപ്ലിഫയറിലേക്ക് കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ ഗെയിൻ A2 ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദി സെക്കൻഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് അടുത്ത ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ് A3. അപ്പോൾ ഒരു 3 സ്റ്റേജ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രം ദി തേർഡ് സ്റ്റേജ്. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ടും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 3 സ്റ്റേജ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലെ ഔട്ട്പുട്ട് എടുത്ത് സെക്കൻഡ് സ്റ്റേജിലെ ഇൻപുട്ട്, സെക്കൻഡ് സ്റ്റേജിലെ ഔട്ട്പുട്ട് എടുത്തിട്ട് തേർഡ് സ്റ്റേജിലെ ഇൻപുട്ട്. സോ ഈ ഒരു കണക്ഷനെ പറയുന്ന പേരാണ് കാസ്കേഡ് കണക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് കണക്ഷൻ ഈസ് കോൾഡ് കാസ്കേഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കാസ്കേഡിങ്ങിൽ ആംപ്ലിഫയേഴ്സ് നമുക്ക് കാസ്കേഡ് ചെയ്യാം. സോ കാസ്കേഡ് ചെയ്താലാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, 2 സ്റ്റേജ് 3 സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഫോം ചെയ്യുന്നത്. സോ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൻ്റെ കേസിൽ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത്, ടോട്ടൽ ഗെയിനെ ഞാൻ AT എന്ന് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ഗെയിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് A1 ഇൻറ്റു A2 ഇൻറ്റു A3 ആണ്. A1 ഇൻറ്റു A2 ഇൻറ്റു A3 ആണ് ടോട്ടൽ ഗെയിൻ ഇൻ കേസ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. ഇവിടെ 3 സ്റ്റേജ് ആണ്, അതുകൊണ്ടാണ് A1 ഇൻറ്റു A2 ഇൻറ്റു A3 എന്ന് എടുത്തത്. അപ്പോൾ ഇത് ഗെയിൻ നോർമൽ ഗെയിൻ ആകുമ്പോഴാണ്. സപ്പോസ് ഇഫ് ദിസ് ഗെയിൻ ഈസ് ഇൻ dB, അതായത് A1 A2 A3 ഈ 3 ഗെയിനും ഡെസിബലിലാണ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ 3 ഡെസിബൽ ഗെയിൻസ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് A1 പ്ലസ് A2 പ്ലസ് A3. ഇപ്പോൾ ഡെസിബലിലാകുമ്പോൾ അഡീഷൻ ആണ് വരുന്നത്, നോർമൽ ഗെയിൻ ആകുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ടു ഗെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് ഗെയിൻ വിൽ ഇൻക്രീസസ്. ഗെയിൻ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. 3ൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഗെയിൻ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബാൻഡ് വിഡ്ത്തിന് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ കാസ്കേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ചേഞ്ച് ആവും. ഓക്കെ, സോ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലും ചേഞ്ച് സംഭവിക്കും. സോ പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് FL സ്റ്റാർ എന്ന് ഞാൻ എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 raised to 1/n - 1 ആണ്. സോ FL സ്റ്റാർ പുതിയ
മൾട്ടി സ്റ്റേജിൻ്റെ കേസിലുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റേജിൻ്റെ കേസിലുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ √2⁻n-1. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്, എത്ര സ്റ്റേജ് ഉണ്ട്. അപ്പോൾ 3 സ്റ്റേജ് ആണെങ്കിൽ n = 3, 2 സ്റ്റേജ് ആണെങ്കിൽ n = 2 ആണ്. സോ FL സ്റ്റാറിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? FL സ്റ്റാർ പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, മൾട്ടി സ്റ്റേജിൻ്റെ കേസിലുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? FL ആയിരിക്കും. സോ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ സിമിലർലി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൾട്ടി സ്റ്റേജിൻ്റെ കേസിൽ FH സ്റ്റാർ ഇസ് ഈക്വൽ ടു അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FH സ്റ്റാർ ഇസ് ഈക്വൽ ടു FH ഇൻറ്റു √2⁻n-1 ആണ്. FH സ്റ്റാർ ഇസ് ഈക്വൽ ടു FH ഇൻറ്റു √2⁻n-1 ആണ്. സോ FH സ്റ്റാർ ഈസ് ലെസ് ദാൻ എന്താണ്? FH ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുക. അപ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടും, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കുറയും. സോ മൾട്ടി സ്റ്റേജിൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? FH സ്റ്റാർ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. സോ ദിസ് ബാൻഡ് വിഡ്ത്ത് വിൽ ഡിക്രീസസ്. സോ ബാൻഡ് വിഡ്ത്തിന് എന്താ സംഭവിക്കുക? ബാൻഡ് വിഡ്ത്ത് കുറയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആംപ്ലിഫയറിൻ്റെ കേസിൽ പ്രൊഡക്റ്റ് ഓഫ് ദി ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഗെയിൻ കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഡിക്രീസ്ഡ്. ബാൻഡ് വിഡ്ത്ത് കുറയണം. അപ്പോൾ ഗെയിൻ കൂടിയാൽ ബാൻഡ് വിഡ്ത്ത് കുറയണം എന്നുള്ള ഒരു കൺസെപ്റ്റും നമുക്ക് യൂസ് ചെയ്യാം. ആ രീതിയിൽ ആൻസർ ചെയ്യാം. സോ കാസ്കേഡിങ് ചെയ്താൽ ഗെയിൻ കൂടും, ബാൻഡ് വിഡ്ത്ത് കുറയും. അതാണ് അതിൻ്റെ ആൻസർ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് പാർട്ട് എ എന്നുള്ള 2 ക്വസ്റ്റ്യൻ. ഓക്കെ, 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി പാർട്ട് ബി നോക്കാം. സോ പാർട്ട് ബിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എ സെക്ഷനുണ്ട്, ബി സെക്ഷനുണ്ട്. അപ്പോൾ എ സെക്ഷൻ നോക്കാം. ഡ്രോ ദി കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ്. ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോഡാണ്. സോ കോമൺ സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ് ആൻഡ് deduce the expression for voltage gain. അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ കോമൺ സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡാണ്. ശ്രദ്ധിക്കേണ്ടത് കോമൺ സോഴ്സ് വിത്ത് എന്താണ്? ഡയോഡ് കണക്റ്റഡ് ലോഡാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോവാം. അതിനുശേഷം നമ്മൾ ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്കാണ്. സോ ടോട്ടൽ 14 അതിൽ എ ക്വസ്റ്റ്യന് ഫസ്റ്റ് ക്വസ്റ്റ്യന് 8 മാർക്കാണ് വരുന്നത്. സോ ഡയോഡ് കണക്റ്റഡ് ലോഡാണ്, കോമൺ സോഴ്സ് ആണ് വരുന്നത്. സോ കോമൺ സോഴ്സ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ്. നിങ്ങൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. ഓക്കെ, സോ ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്റ്റീവ് ലോഡ്. സോ ആക്റ്റീവ് ലോഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഒക്കെ ഡ്രെയിൻ അല്ലെങ്കിൽ കളക്ടർ, അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡ്രെയിൻ റെസിസ്റ്റൻസ് RD അല്ലെങ്കിൽ കളക്ടർ റെസിസ്റ്റൻസ് RC ഒക്കെയാണ് നോർമലി റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്യാറ്. സോ നമ്മളൊരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ റെസിസ്റ്റൻസ് കമ്പോണൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേഷനാണ്. സോ ആ ഒരു റെസിസ്റ്റൻസിന് പകരം RD അല്ലെങ്കിൽ RC എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസ് കളക്ടർ അല്ലെങ്കിൽ ഡ്രെയിൻ റെസിസ്റ്റൻസിന് പകരം നമ്മൾ ആക്റ്റീവ് ലോഡ് വെക്കാറുണ്ട്. ആക്റ്റീവ് ലോഡ്. സോ ആക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് കണക്റ്റഡ് ലോഡ് അതിന് എക്സാമ്പിളാണ്. ആക്റ്റീവ് ലോഡിന് എക്സാമ്പിളാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ്. ഓക്കെ, സോ നമ്മൾ അതിന് പകരം ഡയോഡ് കണക്റ്റഡ് ലോഡ് വെക്കാറുണ്ട്. സോ ഡയോഡ് കണക്റ്റഡ് ലോഡിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സോ ഇതാണ് നമ്മുടെ കോമൺ സോഴ്സ് ആംപ്ലിഫയർ ആണ്. സോ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ. ഈ ആംപ്ലിഫയർ സെക്ഷനിൽ ഈ ഒരു വരുന്ന പോർഷനാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഡയോഡ് കണക്റ്റഡ് ലോഡ്. സോ ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു BJT നമ്മൾ എടുക്കുകയാണെങ്കിൽ BJTയുടെ ബേസും കളക്ടറും നമ്മൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ബേസും കളക്ടറും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഒരു സിംഗിൾ PN ജംഗ്ഷൻ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് സിംഗിൾ ഡയോഡ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഡയോഡ് കണക്റ്റഡ് ലോഡ്. സോ M1 എന്ന് പറയുന്നത് നമ്മുടെ കോമൺ സോഴ്സ് ആംപ്ലിഫയർ ആണ്.
അതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. അതിൻ്റെ ഡ്രെയിൻ പോയിന്റിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്. സോ ലോഡിലേക്ക് എഗെയിൻ നമ്മൾ VDD പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വോൾട്ടേജ് ഗെയിൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വോൾട്ടേജ് ഗെയിൻ നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു AC അനാലിസിസ്. AC അനാലിസിസിലാണ് നമ്മളതിന് AC അനാലിസിസ് ചെയ്യും. BJT അല്ലെങ്കിൽ മോസ്ഫെറ്റ് അല്ലെങ്കിൽ FETനെ നമ്മളതിൻ്റെ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്ത് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ കിട്ടും. സോ ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ AC അനാലിസിസ് ചെയ്യുക. AC അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ഇതിനെ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ M1നെയും M2നെയും അതിൻ്റെ മോഡൽസ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സോ M1ൻ്റെ കേസിൽ ഇവിടെ നിങ്ങളൊരു R01 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഔട്ട്പുട്ടിന് പാരലായിട്ട് കാണിച്ചിട്ടുണ്ട്. R01, അതായത് അതിൻ്റെ മോഡലിൽ വരുന്ന, അതിൽ ഇൻറ്റേർണലി വരുന്ന റെസിസ്റ്റൻസ് ആണ് R01. ഐഡിയൽ കേസിൽ അതെന്താണ്, ഇൻഫിനിറ്റിയാണ്, ഹൈ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഡയോഡ് കണക്റ്റഡ് ലോഡ്. സോ ഡയോഡ് കണക്റ്റഡ് ലോഡിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ 1/GM2, അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് R02. ഇത് രണ്ടും കൂടെ പാരലായിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ AC അനാലിസിസ് ആണ്. AC അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ DC എന്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ VDD എങ്ങോട്ട് പോയത്, ഗ്രൗണ്ടിലേക്ക് പോയത്. VDD എന്ത് ചെയ്തത്, ഗ്രൗണ്ട് ചെയ്തത്. ഓക്കെ, സോ VDD ഗ്രൗണ്ടഡ് ആണ്. അപ്പോൾ അതാണ് സിംപ്ലിഫൈഡ് സർക്യൂട്ട്. ഇതിനെ നമ്മൾ അതിൻ്റെ മോഡൽ വെച്ച് സിംപ്ലിഫൈ ചെയ്തു. ഇനി ഇതിന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗെയിൻ കിട്ടും. അപ്പം നോർമലി ഇവിടെ RD എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആയിരുന്നു എങ്കിൽ നമ്മൾ ആക്റ്റീവ് ലോഡ് വെക്കാതെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് RD എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോർമലി ഇവിടെ കണക്ട് ചെയ്തതെങ്കിൽ നമ്മൾ ഗെയിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്, വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ ഗെയിൻ? ഗെയിൻ ഇസ് ഈക്വൽ ടു -GM/RD. ഇതാണ് നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷൻ. RD എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഗെയിനിൻ്റെ എക്സ്പ്രഷൻ -GM/RD. ഇവിടെ ഞാൻ -GM എന്നുള്ളതിന് പകരം GM1 എഴുതാണ്. കാരണം ഇവിടെ M1 M2 കേസ് വരുന്നതുകൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 എന്നുള്ള നൊട്ടേഷൻ കൊടുക്കാം. സോ -GM/RD ആണ് നോർമലി നമ്മുടെ കയ്യിലുള്ള ഗെയിനിൻ്റെ എക്സ്പ്രഷൻ. -GM/RD ആണ് എക്സ്പ്രഷൻ. ഇനി ഇവിടെ നമ്മൾ ഈ RDക്ക് പകരം എന്ത് ചെയ്തു, ഇക്വലൻറ്റ് സർക്യൂട്ടായിട്ട് വരുന്ന സെക്ഷൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് RDയെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ആക്റ്റീവ് ലോഡാണ്, ഡയോഡ് കണക്റ്റഡ് ലോഡാണ്, അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്. ഇപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, 1/GM2 ഉണ്ട്, പാരലൽ R02 ഉണ്ട്. ഇനി R0ൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയൽ കേസിൽ R0ൻ്റെ വാല്യൂ ഐഡിയൽ കേസിൽ എന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. R02 ആ പാരലൽ കോമ്പിനേഷൻ റിമൂവ് ചെയ്യാം. സോ എന്ത് മാത്രമേ വരൂ, 1/GM2 വരും. അപ്പോൾ RDക്ക് പകരം എന്താ വരുന്നത്, RDക്ക് പകരം ഇക്വലൻറ്റ് സർക്യൂട്ടിൽ എന്താണ്, 1/GM2. സോ -GM/RD ആണ്. സോ -GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GM1, ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസ്. RDക്ക് പകരം എന്താണ്, 1/GM2. സോ വോൾട്ടേജ് ഗെയിൻ എന്ത് വരും, -GM1 × 1/GM2, -GM1 × 1/GM2, ദാറ്റ് ഈസ് -GM1/GM2 എന്ന് വരും. സോ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ ദി ട്രാൻസ് കണ്ടക്റ്റൻസ്? ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും, മൈനസ് അതുപോലെ നിർത്തി, √2 μN COX W/L of 1 × ID എന്ന് വരും. ആൻഡ് GM2 എന്ന് പറഞ്ഞാൽ √2 μN COX W/L of the second MOS into ID. The common terms 2 μN COX ID. ഇത്രയും ടേംസ് എന്തായി, ക്യാൻസൽ ആയി. സോ എന്ത് വരും, വോൾട്ടേജ് ഗെയിൻ ഇസ് ഈക്വൽ ടു -√W/L of ഫസ്റ്റ് മോസ് ഡിവൈഡ് ബൈ W/L of the സെക്കൻഡ് മോസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ വരുന്നത്. വോൾട്ടേജ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ ഇതാണ് വരുന്നത് ഡയോഡ് കണക്റ്റഡ് ലോഡിൻ്റെ കേസിൽ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. സോ ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന കേസ് പറയുക, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനിൽ അതിൻ്റെ ഗെയിൻ എക്സ്പ്രസ് ഫൈനൽ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ടോട്ടൽ 8 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതിലൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. സോ ഈ സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ,
കാൽക്കുലേറ്റ് ദ ഡ്രെയിൻ കറൻറ്റ് കണ്ടുപിടിക്കണം. ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ഓഫ് എ കോമൺ സോഴ്സ് സർക്യൂട്ട്, ഇതാണ് കോമൺ സോഴ്സ് സർക്യൂട്ട്, വിത്ത് ആൻ എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ്. ഫൈൻഡ് ദി പവർ ഡെസിപ്പേറ്റഡ് ഇൻ ദ ട്രാൻസിസ്റ്റർ. പവറും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 3 പാരാമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ID എന്ന് പറയുന്ന കറണ്ട് കണ്ടുപിടിക്കണം, VDS കണ്ടുപിടിക്കണം, ദെൻ പവർ കണ്ടുപിടിക്കണം. ആൻഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോസ്ഫെറ്റിൽ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. പവർ P is equal to V into I ആണ്. സോ VDS into ID ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 2 പാരാമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പവർ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സോ ഈ ഒരു സർക്യൂട്ടിലുള്ള R1ൻ്റെ വാല്യൂ 22K ആണ്. ഇതാണ് R1ൻ്റെ വാല്യൂ 22K. R2 10 കിലോ ഓം ആണ്. RD 6.8K ആണ്. സോ ദിസ് ഈസ് RD 6.8K. ആൻഡ് VDD ഈ പവർ സപ്ലൈ 8 വോൾട്ട് ആണ്. ദെൻ ത്രഷോൾഡ് വോൾട്ടേജ് VT 1 വോൾട്ട് ആണ്. Kൻ്റെ വാല്യൂ 0.1 മില്ലി ആംബിയർ പെർ വോൾട്ട് സെക്കൻഡ് ആണ് Kൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ID-യുടെ വാല്യൂ, VDS-ൻ്റെ വാല്യൂ, പവറിൻ്റെ വാല്യൂ, ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. സോ 1 by 1 ആയിട്ട് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ഈ സർക്യൂട്ടിൽ നിന്ന് VDS കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഈ സർക്യൂട്ട് ഞാൻ എന്ത് ചെയ്യാണ്? VDS അല്ല, VGS. സോ ഈ പോയിന്റിലുള്ള വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഇതാണ് VGS. ഓക്കെ, സോ VGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വോൾട്ടേജ് അക്രോസ് R2 ആണ്. സോ R2-ന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VGS. സോ ഞാൻ VGS കണ്ടുപിടിക്കുകയാണ്. സോ വാട്ട് ഈസ് VGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VGS is equal to ഇതിന് അക്രോസുള്ള വോൾട്ടേജ്. സോ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ് വരിക. VDD ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. സോ VDD ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതിൻ്റെ വാല്യൂ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ VDയുടെ വാല്യൂ ഉണ്ട് 8 ആണ്. സോ 8 ഇൻറ്റു R2, R2ൻ്റെ വാല്യൂ എത്രയാണ്? 10 കിലോ ഓം ആണ്. സോ ഇൻറ്റു 10K ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2, 22K പ്ലസ് 10K. സോ 22K പ്ലസ് 10K ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് VGS. നിങ്ങൾക്ക് VGS-ൻ്റെ വാല്യൂ കിട്ടും. VGS-ൻ്റെ വാല്യൂ നിങ്ങൾക്ക് 2.5 വോൾട്ട് ആണ് കിട്ടുക. ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് ദി വാല്യൂ 2.5 വോൾട്ട്. സോ ഫസ്റ്റ് VGS-ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ID. സോ ഈ മോസ്ഫെറ്റിൻ്റെ കേസിൽ ID-യുടെ എക്സ്പ്രഷൻ ID ഈസ് ഈക്വൽ ടു K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ ആണ്. ID ഈസ് ഈക്വൽ ടു K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ ആണ്. ID ഈസ് ഈക്വൽ ടു K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ ആണ്. ID ഈസ് ഈക്വൽ ടു K ഇൻറ്റു VGS മൈനസ് VT ഹോൾ സ്ക്വയർ. അതിൽ Kയുടെ വാല്യൂ തന്നിട്ടുണ്ട്. Kയുടെ വാല്യൂ, K മീൻസ് KN. VGS നമ്മൾ കണ്ടുപിടിച്ചു 2.5. VTയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1. ഓക്കെ, സോ 0.1 മില്ലി ആംബിയർ പെർ വോൾട്ട് സ്ക്വയർ. സോ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 മില്ലി ആംബിയർ പെർ വോൾട്ട് സ്ക്വയർ, അതാണ് K ഇൻറ്റു VGS. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 2.5 ആണ്. മൈനസ് VT 1 ആണ്. ഇൻറ്റു -1 ഹോൾ സ്ക്വയർ. സോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ID-യുടെ വാല്യൂ കിട്ടും 0.225 മില്ലി ആംബിയർ കിട്ടും. സോ ID-യുടെ വാല്യൂ കിട്ടി. ഒരു പാരാമീറ്റർ കിട്ടി. നമുക്ക് ഏത് കിട്ടി? ID കിട്ടി. ഇനി ID കിട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ID. സോ RDക്ക് അക്രോസുള്ള ഡ്രോപ്പ് കിട്ടും. സോ ഈ ഒരു ഔട്ട്പുട്ട് ലൂപ്പിൽ KVL കൊടുത്തു കഴിഞ്ഞാൽ VDS കിട്ടും. സോ വാട്ട് ഈസ് VDS? VDS is equal to expression for VDS is equal to VDD minus IDRD ആണ്. VDD minus IDRD ആണ്. സോ VDS is equal to VDD minus IDRD. VDDയുടെ വാല്യൂ VDD 8 ആണ്. ID നമുക്ക് കിട്ടി. RD എത്രയാണ്? RD 6.8 ആണ്. 6.8 ആണ്. സോ VDD 8 മൈനസ് VDയുടെ വാല്യൂ 8 മൈനസ് ID 0.225 മില്ലി ആംബിയർ ഇൻറ്റു RD. RDയുടെ വാല്യൂ സർക്യൂട്ടിൽ
6.8K ആണ്. 6.8K ഇൻറ്റു 6.8K ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വി ഡി എസിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 6.47 വോൾട്ട് ആണ്. 6.47 വോൾട്ട് ചെയ്ത് നോക്കുക, വെരിഫൈ ചെയ്യുക. 6.47 വോൾട്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ID നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. രണ്ടാമത്തെ പാരാമീറ്റർ എന്ത് കണ്ടുപിടിച്ചു? VDS കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പവർ ഡെസിപ്പേറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് ആണ് പവർ ഡെസിപ്പേറ്റഡ്. സോ പവർ ഡെസിപ്പേറ്റഡ് ഇസ് ഈക്വൽ ടു VDS ഇൻറ്റു ID ആണ്. VDS ഇൻറ്റു ID. സോ VDSും IDയും കൂടെ പ്രൊഡക്റ്റ് എടുത്താൽ പവർ കിട്ടും. സോ പവർ കിട്ടുന്നത് 1.45 മില്ലി വാട്ടാണ്. 1.45 മില്ലി വാട്ട്. ഓക്കെ, സോ പവർ ഡെസിപ്പേറ്റഡ് നിങ്ങൾക്ക് കിട്ടുക 1.45 മില്ലി വാട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ കിട്ടുക. ഓക്കെ, സോ നമ്മളോട് VDS ചോദിച്ചു, ID ചോദിച്ചു, രണ്ടും കാൽക്കുലേറ്റ് ചെയ്തു. അതൊന്ന് നമ്മൾ പവറും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ VDS ഇൻറ്റു ID ചെയ്ത് കഴിഞ്ഞാൽ പവർ കിട്ടും. അപ്പോൾ 3 കാര്യം നമുക്ക് ഇതിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് B ക്വസ്റ്റ്യൻ. സോ B ക്വസ്റ്റ്യന് 6 മാർക്കാണ് വരുന്നത്. സോ 8 + 6 14 മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനായി. ഇനി ഇതിൻ്റെ ഒരു ഓവർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആ ഓവർ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ ഓവറായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 8 + 6 തന്നെയാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദി സർക്യൂട്ട് ഓഫ് എ കോമൺ സോഴ്സ് ആംപ്ലിഫയർ. കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് വരയ്ക്കുക യൂസിങ് മോസ്ഫെറ്റ്. ഡിറൈവ് ദ എക്സ്പ്രഷൻസ് ഫോർ വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ, ഇൻപുട്ട് റെസിസ്റ്റൻസിനുള്ള എക്സ്പ്രഷൻ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനുള്ള എക്സ്പ്രഷൻ ഫ്രം സ്മോൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കോമൺ സോഴ്സ് ആംപ്ലിഫയർ യൂസിങ് മോസ്ഫെറ്റിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ആ ഡയഗ്രത്തിൽ നിന്ന് സ്മോൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഈ 3 പാരാമീറ്ററിനുള്ള ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 8 മാർക്കാണ് ക്വസ്റ്റ്യൻ. 8 മാർക്ക്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് യൂസിങ് മോസ്ഫെറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് ആദ്യം വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്നത് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം യൂസിങ് മോസ്ഫെറ്റ് യൂസിങ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം ആണ്. സോ കോമൺ സോഴ്സ് ആണ്. സോ വി ഹാവ് R1, R2, RS എന്ന് പറയുന്ന സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ പവർ സപ്ലൈ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. ഈ ഡയഗ്രത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു AC അനാലിസിസ്. നമ്മളിതിൽ എന്ത് ചെയ്യണം? AC അനാലിസിസ് ചെയ്യണം. അപ്പോൾ AC അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കപ്പാസിറ്റേഴ്സിനെല്ലാം എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. സോ കപ്പാസിറ്റേഴ്സ് എല്ലാം ഷോർട്ടാവും. സോ ഈ കപ്പാസിറ്റർ ഷോർട്ടായാൽ RS എന്താവും? ഷോർട്ടാവും. അതിന് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഷോർട്ടാവും. DC എന്താവും? DC-നെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ AC ഇക്വലന്റ് സർക്യൂട്ട് കിട്ടും. ഈ AC ഇക്വലന്റ് സർക്യൂട്ടിൽ നമ്മുടെ മോസ്ഫെറ്റിനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ മോഡൽ വെക്കുക. സോ ഇതാണ് നിങ്ങളുടെ മോസ്ഫെറ്റിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനാണ് മോസ്ഫെറ്റിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. സോ മോഡൽ വെച്ചതിന് ശേഷമുള്ള ഇക്വലന്റ് സർക്യൂട്ട് റെഡ്യൂസ്ഡ് ഡയഗ്രാം ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ റെഡ്യൂസ്ഡ് ഡയഗ്രാം നോക്കുക. ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട്. സോ ഇതാണ് മോസ്ഫെറ്റിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ദെൻ R1, R2 ഗ്രൗണ്ടിലേക്കാണ്. R1ഉം കൂടെ എങ്ങോട്ടാണ്? ഗ്രൗണ്ടിലേക്കാണ്. സോ R1, R2 ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ദെൻ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ദെൻ ഇതാണ് മോസ്ഫെറ്റിൻ്റെ മോഡൽ. ദെൻ ഔട്ട്പുട്ടിൽ RD എങ്ങോട്ടാണ്? ഗ്രൗണ്ടിലേക്കാണ്. RD ഗ്രൗണ്ടിലേക്കാണ്. RS എന്ന് പറഞ്ഞ സോഴ്സ് റെസിസ്റ്റൻസ്, ഈ കപ്പാസിറ്റൻസ് എന്ത് ചെയ്തു? ഷോർട്ട് സർക്യൂട്ട് ചെയ്തപ്പോൾ ഇതെന്തായി? ഇത് ഷോർട്ടായി പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്യൂസ്ഡ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഗെയിന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ഏതിനെ ക്രോസ് എടുക്കുക? വോൾട്ടേജ് ഗെയിൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതിനെ ക്രോസ് എടുക്കുക? വി ആർ ടേക്കിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് RDക്ക് അക്രോസ് ആണ്. സോ ഇവിടെ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആകുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം. അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V out is equal to ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് മൈനസ് ഈ കറണ്ട് എന്താണ്? GM-VGS ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ID എന്ന് പറഞ്ഞാൽ GM-VGS ആണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -GM-VGS അതാണ് കറണ്ട്. RDക്ക് അക്രോസുള്ള വോൾട്ടേജ് ആണ്. സോ കറണ്ട് ഇൻറ്റു RD,
കറൻറ്റ് ഇൻറ്റു ആർ ഡി, കറൻറ്റ് ഇൻറ്റു ആർ ഡി. ഓക്കെ, സോ മൈനസ് ജി എം വി ജി എസ് ഇൻറ്റു ആർ ഡി, മൈനസ് ജി എം വി ജി എസ് ഇൻറ്റു ആർ ഡി ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. സോ ഞാൻ വി ജി എസ് ഇങ്ങോട്ട് എടുത്തു. സോ വി ഔട്ട് ബൈ വി ജി എസ് ഇസ് ഈക്വൽ ടു, വി ഔട്ട് ബൈ വി ജി എസ് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു ആർ ഡി, മൈനസ് ജി എം ഇൻറ്റു ആർ ഡി. അപ്പോൾ വി ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ആൻഡ് വാട്ട് ഈസ് വി ജി എസ്? വി ജി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇൻപുട്ടിന് പാരലൽ ആയിട്ടാണ് വി ജി എസ് വരുന്നത്. സോ വി ഔട്ട് ഈസ് വി ഐ. സോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? വോൾട്ടേജ് ഗെയിൻ ആണ്. സോ വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ, വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ജി എം ആർ ഡി, മൈനസ് ജി എം ആർ ഡി ആണ് വരുന്നത്. അപ്പോൾ ഒരു പാരാമീറ്റർ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചു, മൈനസ് ജി എം ആർ ഡി ആണ് എക്സ്പ്രഷൻ. സോ വോൾട്ടേജ് ഗെയിൻ ഈസ് മൈനസ് ജി എം ആർ ഡി. ഓക്കെ, ഇനി ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻപുട്ടിൽ എന്താ നോക്കുക? ഈ മോഡൽ നോക്കുക. ഇൻപുട്ടിൽ എന്താ ഉള്ളത്? R1ഉം R2ഉം കൂടെ എന്താണ്? പാരലലാണ്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് R1 പാരലൽ ടു R2, R1 പാരലൽ ടു R2 ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വരുന്നത്. ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ മോഡലിൽ ഔട്ട്പുട്ട് സൈഡ് നോക്കുക. ഔട്ട്പുട്ട് സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആർ ഡി മാത്രമേ ഉള്ളൂ, ആർ ഡി മാത്രം. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് ആർ ഡി. ഇനിയിപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് വേറെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വരും? അത് ആർ ഡി പാരലൽ ആർ എൽ എന്ന് വരും. അല്ലെങ്കിൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്താണ്? ആർ ഡി മാത്രമേ ഉള്ളൂ. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് ആർ ഡി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 3 പാരാമീറ്റർ: വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഫ്രം ദി ഇക്വലൻറ്റ് സർക്യൂട്ട് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. സോ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നിന്ന് നമ്മൾ ആ 3 പാരാമീറ്ററും ഡിറൈവ് ചെയ്തു. സോ 8 മാർക്കാണ് ക്വസ്റ്റിന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരച്ചു, ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു, ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നിന്ന് ആ 3 പാരാമീറ്റർ കണ്ടുപിടിച്ചു. ഇനി നിന്നുള്ള ബി ക്വസ്റ്റ്യൻ, 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എ കാസ്കോഡ് ആംപ്ലിഫയർ. കാസ്കോഡ് ആണ്, കാസ്കേഡ് അല്ല, കാസ്കോഡ് ആംപ്ലിഫയർ. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ കാസ്കോഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഫോളോഡ് ബൈ കോമൺ ബേസ് ആംപ്ലിഫയർ ആണ് കാസ്കോഡ്. ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കാസ്കോഡ്. അതായത് കോമൺ എമിറ്റർ കാസ്കേഡഡ് വിത്ത് കോമൺ ബേസ്, കോമൺ എമിറ്റർ കാസ്കേഡഡ് വിത്ത് കോമൺ ബേസിനെ പറയുന്ന പേരാണ് കാസ്കോഡ് ആംപ്ലിഫയർ. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ലോവർ സെക്ഷൻ, ഈ ഒരു സെക്ഷനാണ് ഏത്? കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ആൻഡ് ദിസ് അപ്പർ സെക്ഷൻ, ഇതാണ് കോമൺ ബേസ്, കോമൺ ബേസ് വരുന്നത്. അപ്പോൾ കോമൺ എമിറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കോമൺ ബേസിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള കോമൺ ബേസിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. സോ ആ രീതിയിലാണ് കണക്ഷൻ എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കാസ്കോഡ് ആംപ്ലിഫയർ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കോമൺ എമിറ്റർ എങ്ങനെയാണ് ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. സോ ഈ ഒരു Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ കേസ് നോക്കുക. ഇത് ഏത് കോൺഫിഗറേഷൻ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കേസാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇൻപുട്ട് നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഇത് ഏതാ ടെർമിനൽ? ദിസ് ഈസ് ബേസ്. ഇത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ബേസിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ കാസ്കോഡ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്. ഓക്കെ, ബേസിലാണ് കൊടുക്കുന്നത്. ഇനി AC അനാലിസിസ് ആകുമ്പോൾ ഈ കപ്പാസിറ്റർ ഷോർട്ടാവും. ഈ R എന്ന് പറയുന്ന റെസിസ്റ്റർ എന്താവും? ഷോർട്ടാവും. ഈ R എന്ന് പറയുന്ന റെസിസ്റ്റർ ഷോർട്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. സോ എമിറ്റർ ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. സോ എമിറ്റർ എന്താണ്? കോമൺ ആണ്. സോ എമിറ്റർ കോമണ്, ബേസിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കും? കളക്ടറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഔട്ട്പുട്ട് കളക്ടറിൽ എടുക്കുന്നു. സോ കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട്, ബേസിൽ ഇൻപുട്ട്, എമിറ്റർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എമിറ്റർ ഈസ് കോമൺ. സോ ദിസ് കോൺഫിഗറേഷൻ ഈസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, സോ കോമൺ എമിറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്കാണ് പോകുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ് വരുന്നത്. സോ ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നു. സോ അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത്? അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എമിറ്റർ ടെർമിനലിലേക്കാണ് പോകുന്നത്. സോ Q2വിൻ്റെ എമിറ്ററിലേക്ക് എന്ത് പോകുന്നു? ഇൻപുട്ട് പോകുന്നു. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട്, ഫസ്റ്റിൻ്റെ ഔട്ട്പുട്ട്, രണ്ടാമത്തെ ഇൻപുട്ട്. സോ രണ്ടാമത്തെ
എമിറ്ററിൽ ഇൻപുട്ട് പോകുന്നു. ഔട്ട്പുട്ട് എവിടെ എടുക്കുന്നത്? സോ ദിസ് ഈസ് കളക്ടർ. സോ കളക്ടറിൽ നിന്ന് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ വഴി ഔട്ട്പുട്ട് എടുക്കുന്നു. ഇനി ഇതിൻ്റെ ബേസ് നോക്കുക. ഇതാണ് ബേസ്. ബേസിൽ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റർ കാണാം. സോ എ സി അനാലിസിസിൽ ഈ കപ്പാസിറ്റർ എന്താവും? ഷോർട്ടാവും. കപ്പാസിറ്റർ ഷോർട്ടാവും എന്ന് പറഞ്ഞാൽ ബേസ് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. സോ ബേസ് ഗ്രൗണ്ടിലേക്ക് വരുന്നു, കോമൺ ആണ്. എമിറ്ററിൽ ഇൻപുട്ട് വരുന്നു, കളക്ടറിൽ ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. കോമൺ ബേസ് കോൺഫിഗറേഷൻ. സോ ഫസ്റ്റ് സ്റ്റേജ് കോമൺ എമിറ്റർ, അതിൻ്റെ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള കോമൺ ബേസിലേക്ക് കൊടുക്കുന്നു. ഈ രീതിയിലാണ് കണക്ഷൻ എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കാസ്കോഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് കാസ്കോഡ് ആംപ്ലിഫയറിനെ കുറിച്ച് നിങ്ങൾ എഴുതേണ്ട കാര്യം. എൻ്റെ സർക്യൂട്ട് ഡയഗ്രം ബ്രീഫായിട്ട് അത് എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ള കാര്യവും പറയുന്നു. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് നമ്മൾ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും കൂടെ നോട്ട് ഡൗൺ ചെയ്യാം. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ഗെയിൻ, അതുപോലെ തന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത്, അതുപോലെ തന്നെ ഹൈ സ്ലൂ റേറ്റ് ആണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഹൈ ഗെയിൻ, ബാൻഡ് വിഡ്ത്ത്, ഇൻപുട്ട് ഇംപെഡൻസ് കൂടുതലാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 ട്രാൻസിസ്റ്റേഴ്സ് വേണം. ഓക്കെ, സോ 2 ട്രാൻസിസ്റ്റേഴ്സും ബയാസിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. ഇത് ആംപ്ലിഫയർ ആണ്, ക്യൂ പോയിന്റിലേക്ക് അതിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ സപ്ലൈ വോൾട്ടേജ് കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് റിക്വയർസ് റിലേറ്റീവ്ലി എ ഹൈ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, സോ സപ്ലൈ വോൾട്ടേജ് റിക്വയർമെൻറ്റ് കുറച്ചും കൂടെ കൂടുതലാണ് എന്നുള്ളൊരു ഡിഫിക്കൽട്ടി. ക്യൂ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ഒരു സിംഗിൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനേക്കാളും കുറച്ചും കൂടെ സപ്ലൈ വോൾട്ടേജ് ഹൈ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കേസും കൂടെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പക്ഷേ എന്നാലും അഡ്വാൻറ്റേജ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഹൈ ഗെയിൻ, ഹൈ ബാൻഡ് വിഡ്ത്ത്, സ്ലൂ റേറ്റ്, ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, ഈ ഫീച്ചേഴ്സൊക്കെയാണ് കാസ്കോഡ് ആംപ്ലിഫയറിനുള്ളത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ കാസ്കോഡ് ആംപ്ലിഫയറിനെ കുറിച്ച് എഴുതേണ്ടത്. 6 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റിന് വരുന്നത്. അപ്പോൾ പാർട്ട് ബിയിലെ സെക്കൻഡ് ക്വസ്റ്റിനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മൊഡ്യൂൾ 3 ചോദിച്ചിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.